വിഷ്ണു, ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി TDP അടക്കമുള്ള ഘടകകക്ഷികളുടെ എതിർപ്പിനെ കൂടി അവഗണിച്ചുകൊണ്ട് ഏതു വിധേന നടപ്പാക്കുമെന്ന തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത് വലിയ പ്രതിഷേധങ്ങളുണ്ടായി, പാർലമെന്റിന് പുറത്തും പ്രതിഷേധമുണ്ട്. ഏതായാലും ഇന്ന് ഈ വിഷയം ലോക്സഭയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് ചില വിഷയങ്ങളാണ് ഇപ്പോൾ പാർലമെന്റിൻ്റെ മുന്നിലുള്ളത്, ലോക്സഭയുടെ മുന്നിലുള്ളത്. നിലവിൽ കേന്ദ്ര സർക്കാർ പിന്നോട്ടല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ പേര് മാത്രമല്ല ഇല്ലാതാക്കാൻ പോകുന്നത്, അതിന് മരണമണി മുഴക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഉയരുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന കടുംപിടുത്തത്തെക്കുറിച്ച് പറയാനുള്ളത്? സിജു, തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഇന്നലെ തന്നെ പാർലമെന്റിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ ഉയർത്തിയിരുന്നു. ബില്ലിന് അവതരണാനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയെ മോദി സർക്കാർ അപമാനിക്കുകയാണ്. ഇതിന് പുറമെ ഒരു പേരുമാറ്റത്തിൽ ഉപരി ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് മോദി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം സംസ്ഥാനങ്ങളുടെ മുകളിൽ വലിയ തരത്തിലൊരു സാമ്പത്തിക ബാധ്യത കൂടി അടിച്ചേൽപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ ബില്ലിലെ ചില വ്യവസ്ഥകളിലൂടെ ചെയ്യുന്നത്. നിലവിൽ 60:40, അതായത് 60% വിഹിതം കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ 40% സംസ്ഥാന സർക്കാർ നൽകണമെന്നതാണ് പുതിയ ബില്ലിൽ. പുതിയ ബില്ലിന്റെ പേര് പോലും VBG എന്നാണ് ബില്ലിന്റെ. ഇപ്പോൾ ആ ബില്ലിൽ അത്തരത്തിൽ 40% വിഹിതം സംസ്ഥാന സർക്കാർ നൽകണമെന്നതാണ് വ്യവസ്ഥ ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ വലിയ സാമ്പത്തിക ബാധ്യത. പ്രത്യേകിച്ച് കേരളത്തിന് 2500 കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി കണ്ടെത്തേണ്ടി വരിക. അപ്പോൾ ഇതിനെതിരെയൊക്കെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഇത് രാജ്യവ്യാപകമായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. എന്തായാലും സഭയിൽ ഇതിനെ ശക്തമായി എതിർക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ, പാർട്ടികളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞത് ഈ ബില്ല് രാമരാജ്യത്തിന് വേണ്ടിയാണ് ബില്ല് കൊണ്ടുവരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും ലോക്സഭയിൽ ഇന്ന് ബില്ല് ഇതുവരെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. നിലവിൽ ഏറെ വിവാദമായിട്ടുള്ള മറ്റൊരു ബില്ലാണ് ലോക്സഭയിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ശാന്തി ബില്ല് എന്ന് പേരിട്ടിരിക്കുന്ന. ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.